ഒരു കഥ ചൊല്ലട്ടുമാ. പോണ്ടിച്ചേരിയിൽ നിന്നും വന്ന ഒരു ഓർഡറാണിത് കേട്ടോ. അതും ത്രൂ ഫോൺ, അതായത് ഫോൺ ചെയ്ത് ഒരാളത് ഓർഡർ കൺഫേം ചെയ്യുമായിരുന്നു. നോർമലി യൂണിക് മിനാഷിയിലേക്ക് വരുന്ന ഒരു കോഴ്സ് പോലും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ നമ്പർ പല ആൾക്കാരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആരായിരിക്കുന്നു, അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തവണ അബദ്ധത്തിലാണ് ആക്ച്വലി ഞാൻ ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മറുതലയ്ക്ക് ഒരു മെയിലാണ്, തമിഴ് കലർന്ന മലയാളത്തിൽ സംസാരം. അപ്പം അവർക്ക് ഈ ജ്വല്ലറി ഓർഡർ ചെയ്യണം, എങ്ങനെ ഓർഡർ ചെയ്യണം, പേയ്മെൻറ്റ് എങ്ങനെ തരണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ കോൾ കട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഓർഡർ കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോൾ കട്ട് ചെയ്തു. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും സേവ് നമ്പറിൽ നിന്ന് കോൾ വന്നു. വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ നമ്പറിലേക്ക് കോൾ വന്നപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് കോള് കട്ടായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. അവർ ആ ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ തിരിച്ച് വിളിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് നഷ്ടം ഈ ഒരു ജ്വല്ലറിയുടെ ഓർഡറാണ്. യൂണിക് മിനാഷി സ്റ്റാർട്ട് ചെയ്ത ദിവസം, അതായത് യൂണിക് മിനാഷിയുടെ നമ്പർ അനൗൺസ് ചെയ്ത ദിവസം, ആ മൊമെൻറ്റിൽ എനിക്ക് 3-4 കോൾസ് വന്നതെല്ലാം മെയിൽസിൻ്റെ ബ്ലാ ആണെന്ന് മനസ്സിലായിട്ട് ഞാൻ എല്ലാവരെയും പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്തു. അതുപോലെ യൂണിക് മിനാഷി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലേഡീസ് ഉള്ളേ, അതായത് ലേഡീസ് മാത്രം എന്നെ ഫോളോ ചെയ്താൽ മതി, സ്ട്രിക്റ്റ് ആക്കി ഇടാം എൻ്റെ പേജസ് എന്ന് ഞാൻ വിചാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കന്നി ഓർഡർ തന്നെ ഒരു അങ്കിളായിരുന്നു. അങ്കിളുടെ മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ജ്വല്ലറി ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി. മകൾക്ക്, അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, കാമുയ്ക്ക്, ഫ്രണ്ട്സിന് ഒക്കെ ഓർഡർ ചെയ്യുന്ന ജെൻസുണ്ട് കേട്ടോ. പക്ഷേ കമ്പാരിറ്റീവ്ലി അമ്മമാർക്ക് വേണ്ടി ജ്വല്ലറി ഓർഡർ ചെയ്യുന്ന ആൺമക്കളുമാരുടെ എണ്ണം വളരെ കുറവാണ്. ഇത്തവണ ഓണത്തിന് നിങ്ങൾ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുത്ത് നോക്കൂ, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതൊരു മകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഹാപ്പിനെസ് ഒരു അമ്മയ്ക്ക് ഫീൽ ചെയ്യും മകൻ വാങ്ങിക്കൊടുക്കുമ്പോൾ. എന്നും പറഞ്ഞ് ആരെങ്കിലും അനാവശ്യമായിട്ട് യൂണിക് മിനാഷിലേക്ക് കോൾ ചെയ്യാൻ നിന്ന പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്, ശബരിമല ശാസ്താവിനാണ്, ഞാനങ്ങ് പിടിച്ച് ബ്ലോക്ക് ചെയ്യും. വെറും 10,000 രൂപയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ യൂണിക് മിനാഷി. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ എനിക്കുള്ള കോൺഫിഡൻസ് കളയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റും.